ഈ നട്ടുപുലർച്ചയ്ക്ക് വണ്ടിയും കയറി നമ്മൾ പോകുന്നത് എയർപോർട്ടിലോട്ടാണ് കേട്ടോ. കാരണം നാട്ടിൽ നിന്ന് നീച്ചു ഉമ്മി വരുന്നുണ്ട് കേട്ടോ. നമ്മളവിടെ എത്താൻ ഇച്ചിരി ലേറ്റായി. എന്നാൽ ടീംസിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തുകൂടായിരുന്ന അതുകൊണ്ട് തന്നെ ഈ ബൊക്ക എടുക്കുന്ന പരിപാടിയൊക്കെ എയർപോർട്ടിന് പുറത്തുനിന്നായിരുന്നു. പിന്നെ ഈ ടീംസിനെ നമുക്ക് കിട്ടിയതിൻ്റെ വഴിയിൽ നിന്നായിരുന്നു. അവരും വളരെ ലേറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നേരെ വിട്ടത് ഷെയ്ഖാൻ്റെ റൂമിലോട്ടാണ് കേട്ടോ. പിന്നെ ദുബായ് ഈ നേരത്തെ കാണുന്നത് വളരെ റെയറാണ്. നമ്മൾ റൂമിലെത്തിയപ്പോഴേക്കും ഗാനപ്പൻ്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു ചട്ടിപ്പത്തിരി ഉണ്ട്, കേട് വരുന്നതിന് മുന്നേ തട്ടിക്കോൾ ചെയ്യുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ വേഗം പെട്ടി പൊളിക്കുന്ന ചടങ്ങിലോട്ട് കടന്നു. ഇത് നമ്മുടെ വീട്ടിലെ മാവിലുണ്ടായ നല്ല പച്ച മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കൂടുതൽ നമ്മൾ കൊടുത്തു വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കിട്ടിയ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. പിന്നെ ഈ നൈക്കയുടെ ഓർഡറും അതുപോലെ തന്നെ ബീഫും അത് രണ്ടും നാട്ടിലെ പെട്ടിയിൽ മസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു ഒരു ആക്രാന്തായിരുന്നു കേട്ടോ എനിക്കും ഷെയ്ക്കാക്കും. അവളുടെ സാധനങ്ങൾ അവൾ എടുക്കുന്നു, എൻ്റെ സാധനം ഞാൻ എടുക്കുന്നു. പിന്നെ ഇത് അവളുടെ നൈക്കയുടെ ഓർഡറാണ്, അത് കിട്ടിയ തുറയാണ് ആ കാണുന്നത്. പിന്നെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പുട്ടുപൊടി, അരിപ്പൊടി, അച്ചാറുകൾ, അങ്ങനെ ഒരുവിധ എല്ലാ ഐറ്റംസും ആ പെട്ടിയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പെട്ടി പൊളിക്കുന്ന ചടങ്ങ് അത് ഒരു പ്രത്യേക തരം സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇഡ്ഡലിയും കൂടി കഴിച്ചപ്പോൾ ആഹാ ഹൈറായി.